അപ്പോൾ നമ്മളിത് വൈൻയാർഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും എന്നിട്ട് ഹൈലാൻഡ് ഹെറിറ്റേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ 20 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മുടെ കങ്കാരിക്കുട്ടൻ വരണ്ടാം. മുന്തിരി ആയിട്ടില്ല കേട്ടോ. നോക്കിയാൽ ഇതാണ് മുന്തിരി തോട്ടം, ഇതാണ് തോട്ടം. പക്ഷെ ഇതിനകത്ത് ആയിട്ടില്ല അല്ലേ? സാധാരണ മുന്തിരി ഇവിടെ ആയിട്ടില്ല. പക്ഷെ നമ്മുടെ അവിടെ ചില തോട്ടങ്ങളിലൊക്കെ മുന്തിരി ആയിട്ടുണ്ട്. ഇവിടെ ആയി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ പന്തലായിട്ട് പടർത്തുന്നില്ല. ഇത് കുറ്റിയായിരിക്കും. പക്ഷെ ഈ കുറ്റിയുമ്പോൾ തന്നെ നല്ലപോലെ ഉണ്ടാവും കേട്ടോ. ഇത് വലിയൊരു തോട്ടമാണ് അത്യാവശ്യം. ആണോ? പച്ചയായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആണോ? ആളുകളൊന്നും ഇല്ല. മുന്തിരി ആവാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ആൾക്കാർ അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ അത്യാവശ്യം വരും. പിന്നെ ഇന്ന് സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. നമുക്ക് വണ്ടി അപ്പുറത്ത് കൊണ്ടുപോയി നിർത്താം, കാരണം അവിടെ ചാർജിങ് പോയിൻ്റാണ്. അവരോട് ചോദിച്ചോ കാര്യം. ഹായ്. മനുവിൻ്റെ അടുത്തേക്ക് വന്നെ. ഇത് നോക്കി, ഇത് മിഠായികളാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടോ വൈനുകൾ, ഇത് ഓരോ വെറൈറ്റി ടേസ്റ്റുള്ള വൈനുകളാട്ടോ. നമുക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്തിട്ട് മേടിക്കാം. അത് 5 വെറൈറ്റി വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് $5 ഇവിടെ. പക്ഷെ നമ്മൾ വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ടൈം ഓൾറെഡി കഴിഞ്ഞു പോയി. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വന്നപ്പോൾ നോക്കാം. ഇത് കണ്ടോ, ഇത് നോക്കിയേ. ഇവിടെ വൈനുകൾ ഉണ്ടാക്കി ഇത് ചെയ്യുന്ന ആ ഒരു ജാറാണത്. അത് അവിടെ ഉണ്ട്, ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. ജാമുകളുണ്ട്. വാ, ഇത് കണ്ടോ, ഈ ജാറുകളിലാണ് ഇവിടെ വൈനുകൾ ഇത് വെക്കണത് കേട്ടോ. സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇത് ഈ ജാറുകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇവിടെ ഒത്തിരി പഴക്കമുണ്ട്. പഴക്കം വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടുമെന്നൊക്കെ കേട്ടങ്ങനെ, നമുക്കറിയില്ല. സുജിത്ത് തന്ന് മേടിച്ചത് ഏതാ? അതേതത്? അതിൻ്റെ പേര്, ഫ്ലേവർ ഇതാണോ ഒന്ന് മേടിച്ചത്? ഇതല്ല, ഞങ്ങൾ വാങ്ങിച്ചതല്ല. പക്ഷെ നമുക്ക് ഈ ഫ്ലേവറുകളാണത്. ഇതിൻ്റെ ഏറ്റവും ലേസ്റ്റ് ഇതാ വാങ്ങിച്ചത്. ആ വീഞ്ഞിൻ്റെ ടേസ്റ്റുള്ള സാധനം ഉണ്ടല്ലോ, നല്ല മധുരമുള്ളത്. ഇത് നല്ല മധുരമുണ്ട്. ആണോ? ഇത് എത്ര $? അത് ശരിക്കും 37 അതെ 27 അതായത് 37 അതെ. ആ വീഞ്ഞിൻ്റെ ടേസ്റ്റ് തന്നെ എന്നറിയെങ്കിൽ അത് മേടിക്കണമായിരുന്നു. ആണോ? ഇതാണ് ആ സീരീസിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഇത് മധുരം കുറവാണ്. ഇതാണ് ഏറ്റവും മധുരമുള്ളത്. നമുക്ക് കൊണ്ടുപോകാൻ എടുക്കണം. ഇത് ഒരെണ്ണം കൊണ്ടുപോകാനായിട്ട് ഇത് അപ്പോൾ നമ്മൾ ഇതാട്ടോ എടുത്തത്. ഞാൻ ടേസ്റ്റ് ചെയ്യില്ല, ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവൻ കഴിച്ചതാണ്. സ്വീറ്റ് കഴിച്ചപ്പോൾ ഭയങ്കര മധുരമാണെന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ ഓക്കെ ഓക്കെ. എന്തായാലും നമ്മളിപ്പോൾ ഇതോരെണ്ണം എടുത്തിട്ടുണ്ട്. എന്തായാലും അറിയില്ല, ഇത് നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് പോവാം. ഇന്നിപ്പോൾ ആദ്യം പറ്റില്ല. ജസ്റ്റ് നീ അവിടേക്ക് ഒന്ന് കാണിച്ചോളാം. ആ മുന്തിരിത്തോട്ടം കാണിച്ചു. ഇതിനകത്ത് ഏറ്റവും മധുരം ഏതായിരുന്നു? ഇതായിരുന്നു. ഇതിന് രണ്ടിനും സെയിം മധുര, പക്ഷേ ഇതാണ് വീര്യമുള്ളത്. ഇത് എത്ര ശതമാനം ഉണ്ട്? ഇത് 30. അല്ല, ഇത് അതിൻ്റെ ML ആണ്. അതല്ല, വീര്യം കുറഞ്ഞത് മതി. അപ്പോൾ കുഴപ്പമില്ല. മറ്റത് 16 15 ആണ്, 10 ആണ്. അപ്പം നമുക്ക് പോവാം. ജസ്റ്റ് ഒന്ന് കാണിച്ചില്ലേ. വാ, നീ എടുക്കുന്നുണ്ടോ?
നോക്കിയേ. ആ ഇത് തന്നെ ഇത് നോക്കിയേ. കറുപ്പും വെള്ളം ഒട്ടും മനസ്സിലാവില്ല. ആ അതെവിടെ നിന്നാ വെച്ചത്? ഇവിടെ കാണാം. അതെ ഗ്രേപ്സ് കിട്ടുന്നില്ല.